സെൻട്രൽ നൈജീരിയയിലെ ബെന്യൂ സംസ്ഥാനത്ത് വെച്ച് തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയ 18 ബസ് യാത്രക്കാരെയും പോലീസ് വിജയകരമായി മോചിപ്പിച്ചു. സർവകലാശാല പ്രവേശന പരീക്ഷ എഴുതുവാൻ പോയ 8 വിദ്യാർത്ഥികളും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഏപ്രിൽ 15-ന് മക്കുർദി ഒതുക്പോ ദേശീയപാതയിൽ വെച്ചാണ് സായുധ സംഘം ചരക്കുവാഹനങ്ങളും യാത്രാ ബസും തടഞ്ഞ് ആളുകളെ തട്ടിക്കൊണ്ടുപോയത്. നൈജീരിയൻ പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും കാടിനുള്ളിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ബന്ദികളെ മോചിപ്പിച്ചത്. തിങ്കളാഴ്ചയാണ് ഇവരെ സുരക്ഷിതമായി കണ്ടെത്തിയ വിവരം പോലീസ് ഔദ്യോഗികമായി അറിയിച്ചത്. രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾ കഠിനമായ പീഡനങ്ങളാണ് കാടിനുള്ളിൽ നേരിട്ടതെന്ന് അധികൃതർ പറഞ്ഞു. യൂണിഫൈഡ് ടെർഷ്യറി മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ എഴുതുവാൻ പോകുകയായിരുന്നു ഈ 8 പേരും. 3 ദിവസത്തോളം ഇവരെ പട്ടിണിക്കിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 7 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ബന്ദികളാക്കപ്പെട്ടതിനാൽ പരീക്ഷ എഴുതുവാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പരീക്ഷാ തീയതി അനുവദിക്കണമെന്ന് ബെന്യൂ ഗവർണർ ഹയാസിന്ദ് ആലിയ പരീക്ഷാ ബോർഡിനോട് ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.